ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SHR ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ സൗണ്ടിൻ്റെ ചെറിയ വ്യത്യാസമുണ്ട്, തൊണ്ടയ്ക്കൊരു എന്തോ പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു, മഞ്ഞൾ പറിച്ച് കുറച്ച് കിട്ടി ഉണങ്ങിയപ്പോഴത്തേന്. ഞാനൊരു ട്രിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഈ മഞ്ഞപ്പൊടി കണ്ടാൽ വിചാരിക്കും ഞാനിത് മില്ലിൽ കൊണ്ട് പൊടിപ്പിച്ചതായിരിക്കും എന്ന്. അല്ല ഗായ്സ്, നമുക്ക് മില്ലിൽ ഇത്രയും മഞ്ഞളായിട്ട് നമുക്ക് പൊടിപ്പിച്ച് തരത്തില്ല അവർ. അപ്പം നമ്മൾ ഇനി മഞ്ഞൾ പറിക്കുന്നവരെ ശ്രദ്ധിക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മഞ്ഞൾ കുറച്ച് ഇങ്ങനെ നമുക്കുള്ളവരെന്ത് ചെയ്യണം, അത് പറിച്ചിട്ട് നമ്മൾ വാട്ടാണ്ട് അരിഞ്ഞ് വെയിലത്ത് വെച്ചുണക്കണം. വാട്ടിയാൽ നമ്മുടെ മിക്സിയിൽ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് പൊടിഞ്ഞു വരത്തില്ല. വാട്ടാതെ നമ്മൾ ഡയറക്റ്റായിട്ട് അരിഞ്ഞ് മിക്സിയിൽ ഉണക്കിയെടുക്കുവാണെങ്കിൽ നമുക്കിത് ഇതുപോലെ നല്ല സോഫ്റ്റ് മഞ്ഞപ്പൊടിയായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പറ്റും. നോക്കിയേ ഗായ്സ്, ഇതിപ്പോൾ എനിക്ക് എന്നാണേലും ഒരു 1/4 കിലോ മഞ്ഞൾപ്പൊടി ഉണ്ട്. അതിന് എത്ര രൂപ കൊടുക്കണം? ഇപ്പം നമ്മൾ 1/4 കിലോ മഞ്ഞൾപ്പൊടി വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചാലോ. ശുദ്ധമായ മഞ്ഞൾപ്പൊടി നമുക്കിങ്ങനെ വീട്ടിൽ നമുക്കുണ്ടാക്കിയെടുക്കാം. അപ്പം ഇത് നമുക്ക് എന്നിട്ടൊരു ടിന്നിൽ അടച്ച് സൂക്ഷിച്ച് വെക്കാം. ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.